സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ വൈവിധ്യം ഇല്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചതിനെ തുടർന്ന് വീടിന് മുകളിലേക്ക് റോഡിന്റെ സംരക്ഷണ ഭിത്തി ചായ്ച്ചു കെട്ടിയതായി വിമുക്ത ഭടന്റെ പരാതി. കരുണാപുരം സ്വദേശിയായ എം ഇസ്മയിലാണ് പരാതിയുമായി രംഗത്ത് വന്നത്. 20 അടിയിലധികം ഉയരമുള്ള സംരക്ഷണ ഭിത്തി വീടിന് മുകളിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഇതാണ് അവസ്ഥ. കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇസ്മയിലിന്റെ വീടിന് മുമ്പിൽ ഉയർത്തിക്കെട്ടിയ സംരക്ഷണ ഭിത്തിയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടത്. വീട്ടുമുറ്റത്ത് നിന്നും ആരംഭിച്ച സംരക്ഷണ ഭിത്തി പണി പൂർത്തിയായപ്പോൾ വീടിന് മുകളിലേക്കായി. ഇതോടുകൂടി ഭാരവാഹനങ്ങളടക്കം കടന്നു പോകുമ്പോൾ അപകടമുണ്ടാകുമോ എന്ന ഭീതിയിലാണ് ഈ വിമുക്ത ഭടൻ. കളക്ടർ, PWD അധികൃതർ, കിഫ്ബി തുടങ്ങിയവർക്ക് പരാതി നൽകിയെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയുമില്ല. ഒരു വാള് വീടിന് നേരെ ഫ്രണ്ടിലാണ്. ഏതാണ്ട് 20-22 അടി പൊക്കമുണ്ട് വാള് വന്നിട്ട്. ആ വാള് വീടിന്റെ മുകളിലേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പണി ചെയ്തത് അത്ര വിദഗ്ധരായ ആളുകളെ കൊണ്ടല്ല ഇവർ ചെയ്യിച്ചത്. കൊണ്ടുവന്നിട്ടതിൽ പകുതി കൂടുതൽ കമ്പികളും അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇത് ഏത് അവസരത്തിലും ചരിയാവുന്ന ഒരവസ്ഥയാണ്. വൻ ലോഡുകളാണ് ഇതിലെ പോകുന്ന ഹൈവേ റോഡായതുകൊണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും, ഞാനൊരു എക്സ് സർവീസുകാരനാണ്, ഞാൻ ജില്ലാ സൈനിക ബോർഡിലും പരാതി കൊടുത്തിട്ടുണ്ട്. കിഫ്ബിക്ക്. അപ്പം ജില്ലാ കലക്ടർ ഒരു ഇതിന് വിളിച്ചായിരുന്നു. ഞങ്ങൾ വിളിച്ചപ്പം അവർ ഹാജരായത് PWD എഞ്ചിനീയറാണ്. അപ്പം PWD എഞ്ചിനീയർ അവിടെ വെച്ച് പറഞ്ഞു കലക്ടറോട്, കിഫ്ബിക്ക് ഞങ്ങൾ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. അത് കഴിഞ്ഞ് PWD എഞ്ചിനീയർ ഞങ്ങൾക്കൊരു നോട്ടീസ് തന്നു. കിഫ്ബിക്ക് വിവരം അറിയിച്ചിട്ടുണ്ട്, അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അതിൻ്റെ ഇൻറ്റിമേഷനും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് 6-7 മാസമായിട്ടും ഇതുവരെ യാതൊരു വിധമായ നടപടിയോ ഒരു അന്വേഷണമോ ഇല്ല. വയോധികരായ ഇസ്മയിലും ഭാര്യയും മാത്രമാണ് ഈ കുടുംബത്തിൽ താമസിക്കുന്നത്. അടിയന്തരമായി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.